എന്റെ ഉമ്മത്ത് പരാജയപ്പെടുന്നു. ഞാനല്ലേ പറഞ്ഞത്, നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ആ ചോദ്യം ചെയ്യൽ മാത്രമേ നമ്മൾ പരാജയപ്പെടുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിൽ പല ഈഗോക്കാരുണ്ട്. കുടുംബമാണെങ്കിലും അങ്ങനെ പോലെ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോയത്. നമ്മളൊന്ന് മനസ്സിലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞത് എന്തെടുക്കുന്ന കാര്യമില്ല. ഈ ഒരു കുടുംബ ബന്ധത്തിൽ നിങ്ങൾ സ്നേഹബന്ധം പുലർത്തിയില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും, നമ്മൾ പരാജയപ്പെടും. നമ്മളൊന്നും ചെയ്യുന്ന കാര്യമില്ല. ഇതൊക്കെ ഒരു അവസരങ്ങളാണ് നമുക്ക്. ഇത്തരം അവസരങ്ങൾ നമ്മൾ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ കൂടല് പിന്നെ നമ്മൾ മരിച്ചിട്ട് ആണോ നമ്മളൊക്കെ കൂടേണ്ടത്? മരിക്കുന്നതിന് മുമ്പ് നമ്മൾ പരസ്പരം കണ്ടുമുട്ടണം, സ്നേഹങ്ങൾ പങ്കുവെക്കണം, ഹൃദയങ്ങളിലെ സ്നേഹങ്ങൾ പരസ്പരം കൈമാറണം. അപ്പോഴേ നമുക്ക് പൂർണ്ണതയിലെത്താൻ പറ്റുള്ളൂ. അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിന് നമുക്ക് ആകാൻ പറ്റുള്ളൂ. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആയിക്കോട്ടെ, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ഇത് കുറെ പഠിക്കുന്ന കുട്ടികളുണ്ട്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ഒരുപാട് കഞ്ഞി കുടിക്കണം, പൂളക്കൂട്ടാൻ തിന്നണം, ചക്കക്കൂട്ടാൻ തിന്നണം, മാങ്ങക്കാറ്റ് മാങ്ങ തിന്നണം. ഇതിനൊക്കെയാണോ നമ്മൾ ജീവിക്കുന്നത്? കല്യാണങ്ങൾ കൂടാൻ. സൂറത്ത് അദ്ദാരിയാത്താണ് തോന്നുന്നത്, 56-ാമത്തെ അധ്യായം 51-ാമത്തെ ആയത്ത് അല്ലേ? മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ എനിക്ക് എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ആരാധന എന്ന് പറയാൻ നിസ്കാരം മാത്രമാണോ? അല്ല. നമ്മളെ നല്ല രീതിയിലുള്ള ജീവിതം, കുടുംബ ബന്ധങ്ങൾ, പരസ്പര വിശ്വാസം, സൽപ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചേർന്നാൽ മാത്രമേ ആരാധനയാകുള്ളൂ. എന്നാൽ നിങ്ങൾ മൂലക്ക് 24 മണിക്കൂർ അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം, സമൂഹത്തിനെ കാണണം, സമൂഹത്തിന്റെ ജീവിത ശൈലികൾ പഠിക്കണം, സമൂഹത്തിന്റെ കഷ്ടപ്പാടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മനുഷ്യനാവാൻ സാധിക്കുള്ളൂ. അല്ലാഹു ആദ്യമായി മനുഷ്യനാണ് സൃഷ്ടിച്ചത്. നിങ്ങളിൽ ഊതിയിരിക്കുന്ന അല്ലാഹുവിൽ നിന്നാണ് നിങ്ങൾക്ക് ഊതിയിരിക്കുന്നത്. അല്ലാഹു കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് അല്ലാഹുവിൽ നിന്നാണ് റൂഹിനെ, അല്ലാഹുവിന്റെ റൂഹിനെ നമുക്ക് തന്നിട്ടുള്ളത്. മാത്രമേ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുള്ളൂ. അതിനുള്ള ഒരു അവസരമാണ് ഈ കുടുംബ സംഗമങ്ങൾ, കുടുംബങ്ങൾ ഒത്തുചേരുക. ഒരുപാട് ആളുകൾ പ്രയത്നമാണിത്. ഞാൻ എന്റെ പെണ്ണുങ്ങൾ പഞ്ചാര ഉപ്പോ ഇടുന്നത് നോക്കി നടക്കുകയായിരുന്നു ഈ കുടുംബ സംഗമം. അവരുടെ മനസ്സിൽ ഇത് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ബേജാറായിരുന്നു. കാരണം ഇപ്പൊ വാപ്പാക്ക് കൊടുക്കുന്ന ചായയിലേക്കാരും ഉപ്പ് ഇടുന്നില്ലൊരു പേടിയുണ്ടായിരുന്നു. എന്റെ അമ്മോശാക്കൊക്കെ അറിയാം, മൂപ്പര് കല്ലിന്റെ ചോറ് വേകാൻ പറ്റില്ല. പക്ഷെ അന്ന് കഞ്ഞിയാണ് കുടിക്കേണ്ടത്, മോങ്ങത്തായിരുന്നു. പക്ഷെ എന്താ വെച്ചാല് ഇതൊക്കെ എന്താ വെച്ചാല് ഒരു സംഗതി ഏറ്റെടുക്കുന്ന മനുഷ്യന് ആദ്യമാണ്. ഇതെങ്ങനെ ചെയ്യും? പക്ഷെ നമ്മുടെ ജീവിതം നമുക്ക് നാളെ മരിച്ചു പോയാൽ അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നൊരു ആദ്യം ആർക്കുമില്ല. പ്രശ്നമില്ല, നമ്മളത് പോയാൽ മതി. നമ്മളെ നേതാക്കന്മാരൊക്കെ ഉണ്ടാവും. എവിടെ ഉണ്ടാവുക? അങ്ങോട്ട് നമ്മൾ കൊണ്ടുവരും. പക്ഷെ അത് നമുക്ക് ചൂടെടുത്തിട്ട് ഏസിലേക്ക് ഇരിക്കാൻ പറ്റില്ല. ഇതിലേറെ ചൂട് കാര്യം അവിടെ നോക്കിക്കോളി. അപ്പൊ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചിട്ട് നമ്മൾ നഷ്ടക്കാട്ടാവും. നമുക്ക് എഴുത്തും വായനയും ഒക്കെ പഠിപ്പിച്ച് റബ്ബ് നമ്മളെ നോക്കിയിട്ടുണ്ട്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാം നമുക്ക് തന്ന ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാനോ അത് മനസ്സിലാക്കാനോ ഒന്നും സമയമില്ല. കുടുംബ ബന്ധങ്ങൾ പോലും നമ്മൾ വിളിച്ചിട്ട് അതേക്ക് മറ്റ് ഒഴിവൊഴികൾ പറഞ്ഞ് മാറി നിൽക്കുക എന്ന് പറഞ്ഞാല് അത് വലിയൊരു തെറ്റാണ്. ഒരു തെറ്റായ സന്ദേശമാണ് നിങ്ങളുടെ തലമുറകൾ നിങ്ങൾ കൈമാറുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അങ്ങനെ വരാത്തവർ എന്തെങ്കിലും ഒഴിവൊഴി പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു തലമുറ ഇത്
കാരണം നമ്മളുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ തലമുറകൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് പല കുടുംബങ്ങളുടെയും ആരംഭം. ഇന്ന് പല തലമുറകൾക്കും ആ കഷ്ടപ്പാടിന്റെയോ ആ വേദനയോട് ഒന്നും അറിയില്ല. കാരണം അവർക്ക് ഇന്നെല്ലാം വെളിപ്പുറത്ത് കിട്ടുന്നു. വെളിപ്പുറത്ത് കിട്ടാത്തൊരു കാലം നോക്കത്ത ദൂരത്ത് പോലും ഒരു അരിമണി ഭക്ഷണം കാണാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു വളർന്ന മനുഷ്യർ, ആളുകൾ ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും. പട്ടിണിയുടെ വില ആരും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞവർ ഇവിടെ ഉണ്ടാവും. അവർക്ക് അധികം സന്തോഷങ്ങളൊന്നും ഉണ്ടാവില്ല, അവർക്ക് അധികം ഇല്ലാത്ത സ്നേഹപ്രകടനമോ അവർക്ക് അറിയില്ല. നമ്മളിന്ന് പലപ്പോഴും കണക്കാക്കുന്നത് അവന് തന്ത വൈകായിട്ടാണ്. തന്തക്കൊന്നും അറിയില്ല, തന്ത ഒരു ഡെസ്പായിട്ട് എപ്പോഴും മൂപ്പര് ഇങ്ങനെ ചിന്തയിലും ജോലിയും നടക്കുകയെന്ന് പറയുമ്പോ ആ തന്ത വളർന്നു വരുന്ന വഴികൾ നമ്മൾ അന്വേഷിക്കണം. അപ്പോഴേ നമ്മൾ ഇന്ന് 4 നേരം 5 നേരം 6 നേരം ഭക്ഷണം കഴിക്കുന്നത് ആ പാവപ്പെട്ട മനുഷ്യന്റെ ത്യാഗത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതിനെവിടെ മനുഷ്യനൊഴിവ്. ഇന്ന് സ്കൂളിന്റെ കാലഘട്ടമാണ്, മദ്രസ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു, കുട്ടികൾ വഴിതെറ്റി പോകുന്നു. ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെടുന്നത് മുസ്ലിം ഉമ്മത്താണ്. ഒരുപാട് വേദികളിൽ ലഹരിയുടെ ക്യാമ്പയിന് പോകുമ്പോൾ എന്നെ സമീപിക്കുന്ന പല രക്ഷിതാക്കളുടെ കണ്ണുനീർ ഞാൻ നേരിട്ട് കണ്ടതാണ്. നിങ്ങൾക്കറിയില്ല, ഈ ഇരിക്കുന്നവരിൽ എത്ര പേരും ലഹരിയുടെ അംശം കലർന്നു നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ പറയാം, ഇതിന്റെ ഒരു 15% 30% ആൾക്കാരുടെ ശരീരത്തിൽ ലഹരിയുടെ അംശം കയറിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ വിചാരിക്കും ഞാൻ ലഹരിയിൽ നിന്ന് മുക്തനാണ്. ഒരിക്കലുമല്ല. ലഹരിയിലേക്ക് നമ്മൾ ഓരോ കണ്ണികളും അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാത്രത്തിൽ നമുക്ക് തരുന്ന ഗ്ലാസിൽ എല്ലാം അതിന്റെ അംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കുറേശ്ശായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ കരയുന്നു. എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയത്? നമ്മൾ കുട്ടികൾ വളരുമ്പോൾ ചെറുതായിട്ട് പ്രസവിച്ചു വരുമ്പോൾ അവരിൽ വളരെ വലുതായി ആടിക്കും. നമുക്ക് അവരെ വല്ലാതെ സ്നേഹിക്കും. അടുത്തതൊന്നാണ് പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞാൽ അതിന് കുറച്ച് കുറഞ്ഞു, പിന്നെ പ്രൊഡക്ഷൻ വന്ന് അത് കുറച്ച് കുറഞ്ഞു. നമ്മൾ അറിയാതെ കുട്ടികളുടെ മനസ്സിൽ തന്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ വാപ്പാക്ക് പിന്നോട് സ്നേഹം കുറഞ്ഞു വരുന്നതൊരു തോന്നൽ ആ കുട്ടിയുടെ മനസ്സിൽ ജനിച്ചു വരികയാണ്. ഇതിന് കാരണക്കാരൻ നമ്മളാണ്. വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ വിലപിച്ചിട്ട് കാര്യമില്ല. ചേർത്ത് പിടിക്കേണ്ട സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കാൻ വിട്ടുപോയി. ആ ചേർത്ത് നിൽപ്പിന്റെ വിലയാണ് ഈ സമൂഹം നൽകുന്നത്. നിങ്ങൾ നിസ്സാരവൽക്കരിക്കണ്ട. ഒരു 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഖുർആനിൽ പറഞ്ഞ പല സംഗതികളും നമ്മുടെ കൺമുന്നിൽ വെച്ച് കാണും. ഇന്ന് പലരും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുമല്ല, എറണാകുളം സുഭാഷ് പാർക്കിലേക്ക് പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞതിന്റെ വ്യക്തമാവും. നമ്മൾ തല താഴ്ച പോവുക. നമുക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ തല താഴ്ച പോവുക. ഞങ്ങൾ ഇങ്ങനെ ജീവിക്കും. നമ്മുടെ കുട്ടികളാണത്. നമ്മളിവിടെ എക്സ്പെക്ട് +2 ഒക്കെ കഴിഞ്ഞ് ഇവിടെ കെട്ടിച്ചാണ് നല്ലൊരു കോളേജിൽ തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. തന്നെ സ്നേഹിക്കാൻ വരുന്ന, തന്നിക്ക് സ്നേഹം തരുന്ന അവൾ അല്ലെങ്കിൽ അവൻ എന്തിനാണ് സ്നേഹിക്കുന്നത്? ആ പാവപ്പെട്ട കുട്ടിക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചറിയാൻ കഴിയില്ല. ആ കുട്ടി ആ കഴിവ് മനസ്സിലാക്കുമ്പോഴേക്കും ആ കുട്ടി ലഭിക്കുന്ന അംശങ്ങളിലേക്ക് കുറേശ്ശെയായി കയറിയിട്ടുണ്ടാവും. ഇന്ന് നടന്നു വരുന്നതാണ്. എത്ര കുട്ടികൾ, എത്ര പെൺകുട്ടികൾ മഞ്ചേരിയിൽ മാത്രം ഒരു നിലമ്പൂർ എടുത്താൽ 15ഓളം പെൺകുട്ടികൾ ഇപ്പോൾ ചികിത്സയിലാണ്, വേറെ ആരും അറിയാത്ത രൂപത്തിൽ. അതിന്റെ കണ്ണികൾ എത്ര കിടക്കുന്നു? ആൺകുട്ടികളെ കടക്കം നോക്കണ്ട. കളവുകൾ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ വീടുകളിൽ കളവുകൾ വർദ്ധിക്കുന്നു, വീട്ടിന്റെ പുറത്തേക്ക് കളവുകൾ വർദ്ധിക്കുന്നു. ഒന്നും അന്വേഷിക്കേണ്ട. ആൺകുട്ടികളുണ്ടോ ഉണ്ടാകുന്നോളി, നമ്മളാണ് തെറ്റുകാർ. കാരണം അവര് പൈസ വേണം.
പൈസ അവൻ എങ്ങനെ ഉണ്ടാകും? കാരണം അവന്റെ മനസ്സിൽ അവന്റെ ശരീരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അവൻ അറിയാത്തൊരു ലോകം. നമ്മൾ പറയുന്നത് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവന്റെ തലയിൽ വർക്ക് ചെയ്യാണ്. കാരണം അവൻ ഈ ലോകത്തല്ല, അവൻ നമ്മുടെ മുന്നിൽ എത്രയോ ഉയർന്ന ഒരു വലിയ ലോകത്തേക്ക് അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ പോലത്തുള്ള ഈ പഴഞ്ച ശരീരം അവർക്ക് ഇഷ്ടപ്പെടില്ല. സംസ്കാരം, നമ്മുടെ സംസാരം ഒന്നും അത്തരക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ദേഷ്യക്കാരായി മാറപ്പെട്ടത് ഒരു കുട്ടിയോട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്ന സാഹചര്യമാണത്. കുടുംബ സംഗമങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ നാളെയുടെ രാവുകൾ നാം ഉണരുമ്പോൾ പലതും കാണേണ്ടി വരും. കാലിനത്ത് ഭിത്തിയിൽ അടിച്ച് ഉമ്മയെ അടിച്ചു കൊല്ലുമ്പോൾ